ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ആംഗ്ലോ സാക്സൺ രാജാവായിരുന്നു എഡ്വേർഡ്. 1004 ജനിച്ച് 1066 അദ്ദേഹം മരിക്കുന്നു. വെസക്സിലെ രാജാവായിരുന്ന എത്തൽറെഡിൻ്റെയും നോർമാൻഡിയിലെ എമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. എത്തൽറെഡിന് 2 ഭാര്യമാരിലായിട്ട് പല മക്കളുണ്ടായിരുന്നതിൽ എമ്മയുടെ മകനായിരുന്നു എഡ്വേർഡ്. എത്തൽറെഡ് വെസക്സിലെ രാജാവായിട്ട് തൻ്റെ ഭരണം വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 1016 അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം എഡ്വേർഡിൻ്റെ അർദ്ധ സഹോദരൻ എഡ്മണ്ട് വെസക്സിലെ രാജാവായി ഭരണം ഏറ്റെടുക്കുകയാണ്. പിതാവിൻ്റെ മരണശേഷം മകൻ തന്നെ ആ ഭരണസാരഥ്യത്തിലേക്ക് വരുന്നു. തൻ്റെ അർദ്ധ സഹോദരനായ എഡ്മണ്ടിനെ എല്ലാ തരത്തിലും തുണയ്ക്കാനും കൂടെ നിൽക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഭരണകാര്യങ്ങളിലൊക്കെ ഇടപെടാനുമൊക്കെ എഡ്വേർഡ് ശ്രദ്ധിച്ചിരുന്നു. ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ, ഒരു യുവാവായിരുന്ന കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഒരു ടീനേജർ എന്ന നിലയിലും അദ്ദേഹം ഭരണകാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യത്തോടുകൂടി തന്നെയാണ് ഇടപെട്ടിരുന്നത്. എഡ്മണ്ടിൻ്റെ മരണശേഷം എഡ്മണ്ട് കൊല്ലപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണശേഷം വിപ്രവാസത്തിലേക്ക്, നോർമാൻഡിയിലൊരു വിപ്രവാസിയായിട്ട് പ്രവാസകാലം ചെലവഴിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നുണ്ട് എഡ്വേർഡ്. നീണ്ട നാളുകൾ ഇങ്ങനെ പ്രവാസിയായിട്ട് നോർമാൻഡിയിൽ കഴിയുന്ന ഒരു കാലഘട്ടം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കുലീനതയും അദ്ദേഹത്തിൻ്റെ മൂല്യബോധവും സംസ്കാരശുദ്ധിയും നീതിബോധവും ഒക്കെ ആ കാലഘട്ടത്തിൽ തന്നെ, ചെറുപ്പമായിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായിരുന്നു. പ്രവാസകാലത്ത് പോലും അദ്ദേഹത്തെ ആദരിക്കുന്ന വ്യക്തികളെ നമ്മൾ കാണും. ധാരാളം ആബട്ടുമാർ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, ആദരിച്ചിരുന്നു. തുടർന്ന് വരാനിരിക്കുന്ന ഒരു കിരീടാവകാശിയായിട്ട് തന്നെ എഡ്വേർഡ് മാറും എന്ന കാര്യത്തിൽ അവർക്കൊക്കെ വലിയ ആശങ്കയില്ലായിരുന്നു. പ്രവാസം കഴിഞ്ഞ് തിരികെ വരുന്ന ഒരു നാൾ ഭരണം അദ്ദേഹത്തിൻ്റെ ശിരസിലേക്ക് തന്നെ എത്തുകയാണ്. 1043 വളരെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി കത്തീഡ്രലിൽ വെച്ച് അദ്ദേഹം കിരീടാവകാശിയാവുകയാണ്. അങ്ങനെ കിരീടം ധരിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തെ ജനങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശൈലിയും പ്രവർത്തനങ്ങളുമൊക്കെ അത്ര കണ്ട് സവിശേഷമായിരുന്നു. 24 വർഷങ്ങൾ അദ്ദേഹം തൻ്റെ ഭരണം വളരെ അർത്ഥവത്തായി തുടരുകയായി. ഈ 24 വർഷത്തിലും അദ്ദേഹം തികഞ്ഞ നീതിബോധവും സത്യസന്ധതയും ആത്മാർത്ഥതയും സമാധാനവും പുലർത്തുന്നതിൽ വലിയ ശ്രദ്ധയുള്ളവനായിരുന്നു. ഒരിക്കൽ പോലും യുദ്ധം ചെയ്യാത്ത രാജാവ് എന്ന പേര് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 24 വർഷങ്ങൾ സമാധാനപരമായിട്ട് രാജ്യം ഭരിക്കുക എന്നുള്ള വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അതിന് കാരണമുള്ളത് തികഞ്ഞ ദൈവവിശ്വാസം, വിശുദ്ധ കുർബാനയിലുള്ള വലിയ ഭക്തിയും വിശ്വാസവും, ഉപവാസവും പ്രാർത്ഥനയും. വിശുദ്ധ കുർബാന, ഉപവാസം, പ്രാർത്ഥന, ഈ 3 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലകളായിരുന്നു. ഈ ഒരു ഉറപ്പിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ട് വന്നത്. അദ്ദേഹത്തെ വിമർശനാത്മകമായി നിരീക്ഷിക്കുന്ന ചില ആളുകൾ ഈ കാലഘട്ടങ്ങളിൽ ചില വിദേശ ശക്തികളുടെയൊക്കെ അധീശത്വം കുറേയെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, എഡ്വേർഡ് രാജാവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരിക്കൽ പോലും വിദേശ ശക്തികൾ ആ നാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ മരണശേഷം 1066 ശേഷം വൈകാതെ തന്നെ ഒരു വിദേശ ആധിപത്യത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പരിശുദ്ധി, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെ ശുദ്ധി, ഇതെല്ലാം വളരെ ശ്രദ്ധേയമാണ്. ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം ഒരു നിത്യബ്രഹ്മചാരി എന്ന വിധം ജീവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ രാജ്യഭരണപരമായ പ്രത്യേക കാരണങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് എഡിത്തിനെ വിവാഹം കഴിക്കേണ്ടി വന്നു. എഡിത്ത് വളരെ സൗന്ദര്യവതിയും ധാർമ്മികതയും ഭക്തിയുമൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു.
വിവാഹം കഴിച്ചുവെങ്കിൽ പോലും രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടി വിവാഹ നാൾ മുതൽ പരസ്പര ബന്ധമില്ലാതെ, എന്ന് വെച്ചാൽ കന്യാത്വം ജീവിക്കുവാൻ അവർ തീരുമാനിച്ചു. സ്നേഹത്തിലും കൂട്ടായ്മയിലും, പക്ഷേ യഥാർത്ഥ കന്യാത്വ ജീവിതം, ബ്രഹ്മചര്യ ജീവിതം പാലിക്കാൻ അവർ തീരുമാനിക്കുകയായി. അങ്ങനെ സന്യാസികളുടെയും സന്യസ്തരുടെയും ഒക്കെ ഒരു വലിയ സഹായിയും തുണക്കാരനുമായിട്ട് എഡ്വേർഡ് രാജാവ് അറിയപ്പെട്ടു. തൻ്റെ തന്നെ ജീവിതം തികഞ്ഞ ബ്രഹ്മചര്യ ജീവിതമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. അദ്ദേഹം വളരെ ശ്രദ്ധേയമായ വിഖ്യാതമായ വെസ്റ്റ്മിനിസ്റ്റർ ആബിയുടെ സ്ഥാപകനാണെന്നുള്ള വലിയൊരു ചരിത്ര സത്യം നമ്മൾ മറക്കരുത്. സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ദൈവാലയം, ലണ്ടനിലെ പ്രധാനപ്പെട്ട ദൈവാലയം, അതിൻ്റെ തുടക്കത്തിലും ഒരു പ്രത്യേക ഒരു പാരമ്പര്യമുണ്ട്. ആൾഡ്രിച്ച് എന്ന് പറയുന്ന ഒരു മുക്കുവൻ ലണ്ടനിലെ തമസ് നദിയിലൂടെ യാത്ര ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിനൊരു ദർശനമുണ്ടായി പോലും. ഈ ദർശനത്തിൽ അദ്ദേഹം വിശുദ്ധ പത്രോസ് ലീഹായെ കാണുന്നു. പുണ്യവാനായ പത്രോസിൻ്റെ പ്രത്യേക സാന്നിധ്യം അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹമായി മാറുന്നു. ഈ ദർശനം കിട്ടിയ സ്ഥലത്താണ് പോലും സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് പിന്നീട് ഉണ്ടാവുക, അതിന് സമീപത്ത് തന്നെ. ഈ ദൈവാലയം പുനരുദ്ധരിക്കാനായിട്ട് തയ്യാറാവുന്നത് എഡ്വേർഡ് രാജാവാണ്. അങ്ങനെ ഈ സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൻ്റെ പുനരുദ്ധാരണം, അതുമുതൽ അങ്ങോട്ട് പിന്നീട് ആബി പുതുക്കിപ്പണിയുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ വിശാലമായ ഒരു വലിയ സംഭവമായിട്ട് തന്നെ, വലിയ ഒരു ശക്തി സ്രോതസ്സായിട്ട് തന്നെ വെസ്റ്റ്മിനിസ്റ്റർ ആബി പണിയപ്പെട്ടു. ഇന്നും വിഖ്യാതമായ ഇതിൻ്റെ ശില്പിയായിട്ട്, ഇതിൻ്റെ നിർമ്മാതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തി എഡ്വേർഡ് രാജാവാണ്. ശില്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മെനഞ്ഞെടുത്ത വ്യക്തി. 1066 മരണമടഞ്ഞ എഡ്വേർഡ് രാജാവിൻ്റെ മൃതദേഹം വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ തന്നെ സംസ്കരിക്കപ്പെട്ടു. ബഹുമതികളോടുകൂടിയാണ് ആ സംസ്കാരം നടന്നത്. വളരെ ആദരവോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ കബറിടത്തെ ജനങ്ങൾ വണങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നന്മകളുമൊക്കെ എവിടെയും വ്യക്തമായിരുന്നു. 1102 കുഴിമാടം തുറന്നപ്പോൾ യാതൊരു ഭംഗവും കൂടാതെ, എല്ലാ അർത്ഥത്തിലും കേടുകൂടാത്ത ശരീരമാണ് അവിടെ കണ്ടത്. ശോഭിതമായ സൗന്ദര്യമുള്ള ശരീരം കിരീടം ധരിക്കപ്പെട്ട അവസ്ഥയിൽ കാണുകയുണ്ടായി. അതിന് ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള ധാരാളം വിശിഷ്ട വ്യക്തികൾ സാക്ഷ്യം വഹിക്കുന്നുമുണ്ട്. 1163 നാമകരണം നടക്കുന്നത് വിശുദ്ധനായിട്ട്. എഡ്വേർഡിൻ്റെ ജീവിതത്തിലെ ധന്യമായ ജീവിത മൂല്യങ്ങൾ, സുവിശേഷത്തിൻ്റെ സൗന്ദര്യം, വിശ്വാസത്തിൻ്റെ ഉറപ്പ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതാണ്. 24 വർഷങ്ങൾ യുദ്ധം ചെയ്യാതെ ജീവിച്ച ഒരു രാജാവിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം, എവിടെയും നീതിബോധവും സത്യസന്ധതയും ധാർമ്മികതയും മാത്രം ജീവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു ജീവിതത്തിൻ്റെ ധന്യത, ഇതാ കാലഘട്ടത്തെ പോലും ശോഭിതമാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അഴിയാത്ത ഭാവങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ വ്യക്തമായിരുന്നതാണ്. മരണശേഷവും ദൈവം അങ്ങനെ ആയിരിക്കുവാൻ അവസരം കൊടുത്തതിൻ്റെ പിന്നിൽ എന്ന് ചിന്തിക്കാം. അഴുകാത്ത ശരീരവും അഴുകാത്ത ജീവിതത്തിൻ്റെ ഭാവങ്ങളുമെല്ലാം ആ ജീവിതത്തിൻ്റെ തന്നെ ഒരു തുടർക്കഥയായിട്ടാണ് ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്നത്. ഈ ജീവിതത്തെ അടുത്ത് നിരീക്ഷിക്കാനും ഈ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ അടുത്ത് അനുകരിക്കാനും നമുക്ക് കടമയുണ്ട്. എഡ്വേർഡ് രാജാവ് ഇന്നും അറിയപ്പെടുന്ന വ്യക്തി, തിരുസഭയിലെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധൻ, ഈ കാലഘട്ടത്തെയും ഏതു ഭരണകർത്താക്കളെയും സ്വാധീനിക്കേണ്ട ഒരു വ്യക്തിത്വം, എന്നും എവിടെയും മാതൃകയാക്കേണ്ട വ്യക്തി, കുടുംബം മുതൽ രാജ്യഭരണം വരെയുള്ള സമസ്ത മേഖലകളിലും മാതൃകയാക്കാവുന്ന ഒരു ധന്യ വ്യക്തിത്വം. ഈ ജീവിതത്തെ അടുത്തു നോക്കിക്കാണാനും അനുകരിക്കാനും ആത്മാർത്ഥമായി നമുക്ക് ശ്രമിക്കാം. എഡ്വേർഡ് രാജാവിൻ്റെ ജീവിതത്തിലെ സുവിശേഷ മൂല്യങ്ങളെക്കുറിച്ച് അവധാനപൂർവ്വം ചിന്തിക്കുന്നത് തികച്ചും അനുഗ്രഹീതമാണ്. അദ്ദേഹത്തിൻ്റെ അധികാര വീക്ഷണം അത് അർത്ഥവത്തായ ഒരു ചിന്ത, അധികാരത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ, രാജ്യഭരണം എങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സുവിശേഷാധിഷ്ഠിതമായ അദ്ദേഹത്തിൻ്റെ ദർശനം, ദൈവരാജ്യത്തിൻ്റെ ഒരു മനസ്സ് സൂക്ഷിച്ച വ്യക്തി, ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ ദൈവഹിതാനുസൃതമുള്ള ഒരു
രാജ്യഭരണത്തിൻ്റെ ശൈലിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ദൈവരാജ്യം ദൈവം ഭരിക്കുന്ന ഇടമാണ്. ഈശോ വിഭാവനം ചെയ്തതും ഈശോയിലൂടെ സംജാതമായതുമായ ദൈവരാജ്യം ദൈവത്തിൻ്റെ ഹിതം നടക്കുന്ന ഇടം അതുതന്നെ. അതിൻ്റെ പൂർണ്ണതയാണ് നിത്യതയിൽ സ്വർഗത്തിൽ നാം അനുഭവിക്കുന്നത്. ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഇവിടെ തന്നെ ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജീവിക്കുന്ന വേളയിൽ തന്നെ ജീവിച്ച് തുടങ്ങേണ്ട യാഥാർത്ഥ്യമാണ്. ദൈവരാജ്യം ഇവിടെ ആരംഭിക്കുന്നതും അവിടെ പൂർത്തിയാവുന്നതുമാണ്. ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. യുഗാന്ത്യോന്മുഖമായ ഒരു ദർശനമുള്ളതോടൊപ്പം തന്നെ ഈ ഭൂമിയിലെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ജീവിക്കാൻ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലും രാജ്യഭരണത്തിലും എല്ലാം സാധ്യമാണ്, അതാവശ്യവുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നടക്കുന്ന ഒരു ഇടം ആയിട്ട് എൻ്റെ മനസ്സ് മാറുമ്പോൾ, ദൈവഹിതവും സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണവും ശൈലിയുമായി മാറുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ദൈവരാജ്യം, എൻ്റെ പ്രവർത്തനങ്ങളിൽ ദൈവരാജ്യം, എൻ്റെ ജീവിതത്തിൻ്റെ ക്രമങ്ങളിലും എൻ്റെ നേതൃത്വത്തിലുമൊക്കെ ദൈവരാജ്യം സംജാതമാവുകയാണ്. എഡ്വേർഡ് രാജാവ് ഈ ഒരു ദൈവരാജ്യ സങ്കല്പം അതിൻ്റെ തനിമയിൽ തൻ്റെ ജീവിതത്തിലേക്ക് പറിച്ചു നടാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് നീതിബോധവും സത്യസന്ധതയും ആത്മാർത്ഥതയും സമത്വവും സമാധാനവും എല്ലാം അദ്ദേഹത്തിന് പുലർത്താൻ സാധിച്ചത്. തൻ്റെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ എല്ലാം അത് സാധ്യമായത് അതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ദൈവഹിതത്തിന് കാതോർക്കുക, ദൈവം ആഗ്രഹിക്കുന്ന വിധം എൻ്റെ ബന്ധങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക, അതാണ് പ്രധാനപ്പെട്ടത്. എൻ്റെ ബന്ധങ്ങളെ തന്നെ വേണ്ട രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അധികാരത്തിൻ്റെ ഒരു ബന്ധം, അടിച്ചമർത്തലിൻ്റെ ഒരു ബന്ധം വേണമെങ്കിലാകാം. ഭരണകർത്താവിന് ഭരണീയരായിട്ടുള്ള ആളുകളെ അടിച്ചമർത്താൻ, അവരെ തൻ്റെ കീഴിൽ അമർത്തി നിർത്താൻ, തൻ്റെ അധികാരം അങ്ങനെ അടിച്ചേൽപ്പിക്കാനൊക്കെ ശ്രമിക്കാൻ കഴിയും. അത് ഒരുതരം അധികാര പ്രമത്തതയുടെ ഒരു ശൈലിയാണ്. അത്തരം ശൈലി ഒരിക്കലും വിജയകരമാവില്ലെന്നുള്ളതാണ് അടിസ്ഥാനപരമായ സത്യം. സുവിശേഷത്തിൽ നമ്മൾ ശ്രവിക്കുന്നുണ്ട് ശുശ്രൂഷയുടെ ശൈലിയാണ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ വിമോചന മൂല്യമായി സ്വന്തം ജീവൻ സമർപ്പിക്കുവാനും വേണ്ടി. ഈശോ നയിക്കുവാൻ പോകുന്ന, ജീവിക്കുവാൻ പോകുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ മനസ്സിലുള്ള ചിന്തയായിരുന്നില്ല ശിഷ്യന്മാർക്ക് ആദ്യം ലഭിച്ചത്. അതുകൊണ്ടാണ് യാക്കോബും യോഹന്നാനും ഒക്കെ ഈശോയെ അനുഗമിക്കുന്ന വേളയിൽ നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇടത്തും വലത്തുമൊക്കെ ഓരോ കസേര തരണം എന്ന ആവശ്യവുമായിട്ട് എത്തുന്നത്. അവരുടെ പാപ്പരത്വം തന്നെയായിരുന്നു ബാക്കി ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നത്. ഈശോയുടെ ദൈവരാജ്യ സങ്കല്പത്തെക്കുറിച്ചോ ഈശോയുടെ മനസ്സിലുള്ള അധികാര സങ്കല്പത്തെക്കുറിച്ചോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. നിത്യത എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ഈ ഭൗമികമായ അവസ്ഥയിൽ എനിക്ക് അധികാരം വേണം, എനിക്കും വേണം എൻ്റെതായ ചില അധികാര പ്രത്യേകതകൾ എന്ന മട്ടിലാണ് അവർ ശാഠ്യം പിടിക്കുന്നത്. അവിടെയാണ് ഈശോ പറയുന്നത് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനും അനേകരുടെ വിമോചന മൂല്യമായിട്ട് സ്വന്തം ജീവൻ സമർപ്പിക്കുവാനും. അപ്പോൾ അധികാരത്തിൻ്റെ ശുശ്രൂഷാഭാവങ്ങളിലേക്കാണ് ഈശോ അവരെ കൊണ്ടു നടത്തുന്നത്. എങ്കിലും അവർക്കത് മനസ്സിലാകുന്നില്ല. പലപ്പോഴും ആരാണ് വലിയവൻ എന്നുള്ള വാക്കുതർക്കങ്ങളാണ് ശിഷ്യരുടെ ഇടയിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ഈശോ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും ഒക്കെ 3 തവണ ആവർത്തിച്ച് അവരെ ഉദ്ബോധിപ്പിക്കുന്നതായിട്ട് സമാന്തര സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ചും മർക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ കൃത്യമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും തൻ്റെ ശുശ്രൂഷാ ശൈലിയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം മുൻപോട്ട് നടക്കുമ്പോൾ അവർ തമ്മിൽ തർക്കിക്കുന്നത് അധികാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആരാണ് വലിയത്, ആർക്കാണ് കൂടുതൽ സ്ഥാനം എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇത് മനുഷ്യൻ്റെ ഒരു സ്വാർത്ഥ ചിന്തയുടെ സ്വാഭാവികമായ ഒരു പ്രതികരണമായിട്ട് നാം മനസ്സിലാക്കണം. പക്ഷേ ഇത് എൻ്റെയും നിൻ്റെയും ജീവിതത്തെ ഒരുപോലെ അപകടപ്പെടുത്താവുന്ന ഒരവസ്ഥ കൂടിയാണ്. ശുശ്രൂഷയുടെ ശൈലിയിലേക്ക് അധികാരം മാറുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അവിടെ ഭരണം എവിടെയായിരുന്നാലും, അത് കുടുംബത്തിലാണെങ്കിലും ഒരു സമൂഹത്തിലാണെങ്കിലും രാജ്യത്തിൽ ഏത് മേഖലയിൽ നാം ജീവിക്കുന്ന മേഖലകളിൽ, ഇടങ്ങളിൽ, നമ്മുടെ ഓഫീസിൽ എവിടെയായിരുന്നാലും നാം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ ശുശ്രൂഷ മനോഭാവത്തോടെ നീങ്ങുമ്പോഴാണ് അത് ശരിയായ വിധം പൂർത്തീകരിക്കാൻ പറ്റുക, ഏവർക്കും അത് സ്വീകാര്യവും അനുഗ്രഹപ്രദവുമാക്കി മാറ്റുന്നത്. ഇന്നത്തെ സമൂഹത്തെയൊക്കെ ബാധിച്ചിരിക്കുന്ന ഒരു തീരാത്ത വ്യാധിയായിട്ട് അധികാരത്തോടുള്ള അമിതമായിട്ടുള്ള ആസക്തി, അത് അങ്ങനെ വല്ലാതെ അങ്ങോട്ട് പടർന്നു പിടിച്ചിരിക്കുകയാണ്. അധികാരത്തിൻ്റെ ആസക്തി, അധികാര ദുർവിനിയോഗം ഒരു വശത്ത്, അധികാരം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ അടിച്ചമർത്താൻ വേണ്ടി, കാൽ കീഴിൽ അമർത്താൻ വേണ്ടിയിട്ട് എന്ന മട്ടിൽ വിനിയോഗിക്കുന്നതിൻ്റെ ദുരവസ്ഥകൾ നാടും നഗരവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക, ഈ കാലഘട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചുറ്റുവട്ടങ്ങളൊക്കെ അതുതന്നെയാണ് നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്.
മിഷേൽ ഫൂക്കോ എന്ന ഫ്രഞ്ച് ചിന്തകൻ അധികാരത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു ദാർശനികൻ എന്ന് പറയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന എല്ലാ ബന്ധങ്ങളിലും ഒരുതരം അധികാരത്തിൻ്റെ സ്വഭാവമുണ്ടെന്നാണ്. അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒന്നുമല്ല, എല്ലാ ബന്ധങ്ങൾക്കകത്തും അധികാരം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ അധികാരമെന്ന് പറയുന്ന യാഥാർത്ഥ്യം കുടുംബ ബന്ധത്തിലാണെങ്കിലും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ ബന്ധങ്ങളിലാണെങ്കിലും രാജ്യഭരണത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും കടന്നു വരുന്നു എന്നുള്ളത് സത്യമാണ്. പലപ്പോഴും ഈ ബന്ധങ്ങൾ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ തകർക്കാനും എൻ്റെ സ്വാർത്ഥ പൂരണത്തിന് വേണ്ടി വിനിയോഗിക്കാനും ഒക്കെ കാരണമായി തീരുന്നു. പക്ഷേ ഈ ബന്ധങ്ങളെ ശുദ്ധീകരിക്കേണ്ടത് കടമയാണെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അടിമത്വത്തിലേക്കാണ് പലപ്പോഴും, ശിക്ഷകളിലേക്കും അടിമത്തങ്ങളിലേക്കുമാണ് ഇത്തരത്തിലുള്ള അധികാര ബന്ധങ്ങൾ എത്തിച്ചേരുന്നതെന്നാണ് മിഷേൽ ഫൂക്കോ പറയുന്നതും നിരീക്ഷിക്കുന്നതുമൊക്കെ. ഒരു കാര്യം നമുക്ക് ബോധ്യമാവണം, അധികാരമെന്ന് പറയുന്നത് ദൈവികമാണ്, ദൈവം തരുന്നതാണ്. ദൈവമാണ് ഏറ്റവും വലിയ അധികാരിയും ഉടമയും. ദൈവരാജ്യമാണ് അധികാരത്തിൻ്റെയും ഭരണത്തിൻ്റെയും ഏറ്റവും അർത്ഥവത്തായ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു ഭാവം. ഇതിനെ എങ്ങനെയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും പറിച്ചു നടാൻ പറ്റുക? ഈ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. സ്വാഭാവികമായി ദൈവം തരുന്ന അധികാരങ്ങൾ, ന്യായവും സ്വാഭാവികവുമായ അധികാരങ്ങൾ നല്ലത് തന്നെ. അതിനെ വേണ്ട രീതിയിൽ ജീവിക്കാൻ പറ്റുക, അതാണ് പ്രധാനപ്പെട്ടത്. അധികാരം അധിനിവേശമാവരുത് എന്നുള്ള അടിസ്ഥാനപരമായ ചിന്ത പ്രത്യയശാസ്ത്രങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ പലപ്പോഴും അധിനിവേശങ്ങളായിട്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാത്തിനെയും പിടിച്ചടക്കാനും വെട്ടിപ്പിടിക്കാനുമുള്ള വഴിയാക്കി മാറ്റുന്നത് അപകടകരമാണ്. ഒരുപാട് ജീവിതങ്ങൾ അവിടെ ബലിയാടുകളായി മാറുന്നുണ്ട്, ഒത്തിരി ജീവിതങ്ങൾ തകർന്നടിയുന്നുണ്ട്. ആ ദുരവസ്ഥ വ്യക്തി ജീവിതത്തിലാണ് ആരംഭിക്കുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കണം. വ്യക്തി ജീവിതത്തിലാണ് ആരംഭിക്കുന്നത്. സമാധാനത്തോടു കൂടി ഭരിക്കാൻ പറ്റിയ 24 വർഷങ്ങൾ വിശുദ്ധ എഡ്വേർഡ് രാജാവിൻ്റെ ജീവിതത്തിലെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട വർഷങ്ങളാണ്. എന്ന് വെച്ചാൽ യുദ്ധമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആരംഭിക്കുന്നതാണ്. എഴുത്തുകാരൻ ആനന്ദിൻ്റെ ശ്രദ്ധേയമായ നോവൽ മരുഭൂമികൾ ഉണ്ടാകുന്നത് അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പലതരത്തിലും പല ദർശനങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. അധികാരം എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുക, അവിടെയാണ് സമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ സമാധാനം എന്നൊരു സ്വപ്നമായി കണ്ടിട്ട് കാര്യമില്ല. മനസ്സിൻ്റെ ഒരവസ്ഥ, യുദ്ധമില്ലാത്തൊരവസ്ഥ മനസ്സിൻ്റെ അവസ്ഥയായിട്ട് മാറ്റിയെടുക്കുക, അത് പ്രധാനപ്പെട്ടതാണ്. അശോകൻ്റെ കലിംഗ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വിഖ്യാതനായ ചക്രവർത്തി അശോകൻ, അദ്ദേഹം 100 സഹോദരങ്ങളെ കൊന്നിട്ടാണ് അധികാരത്തിൽ വരുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. ധാരാളം യുദ്ധങ്ങൾ നടത്തി. അതിൽ ഏറ്റവും വിഖ്യാതമായ കലിംഗ യുദ്ധം, അദ്ദേഹത്തെ മാറ്റിമറിച്ച യുദ്ധമാണത്. ഈ കലിംഗ യുദ്ധത്തിൽ 1,40,000 ആളുകളെ അടിമകളാക്കി. 50,000 പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അത്ര ക്രൂരമായ വലിയൊരു നരഹത്യ നടത്തിയ അതിശക്തമായ യുദ്ധത്തിൻ്റെ അവസാനം എല്ലാത്തിലും അദ്ദേഹം വിജയശ്രീലാളിതനായിട്ട് നിൽക്കുകയാണ്. യുദ്ധം ജയിച്ച രാജാവ് യുദ്ധത്തെക്കുറിച്ച് തിരിച്ചു ചിന്തിക്കുമ്പോൾ, യുദ്ധക്കളം സന്ദർശിക്കുമ്പോൾ ആകപ്പാടെ ഉഴറുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ബലഹീനമാകുന്നു. അദ്ദേഹത്തിന് ഒരു മാനസാന്തരം സംഭവിക്കുന്നുവെന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. കാരണം പിന്നീടുള്ള അശോകൻ്റെ ജീവിതം തന്നെ ഒരു ബുദ്ധസന്യാസിയായിട്ടാണ്. അശോകൻ്റെ ജീവിതത്തിൽ പിന്നീട് അദ്ദേഹം ഭരിക്കുന്നത് സമാധാനത്തിൻ്റെ ഒരു അടയാളമായിട്ട് മാറുന്ന അവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മുഴുവനും തകിടം മറിച്ചു കളഞ്ഞു ഈ യുദ്ധം. പിന്നീട് അദ്ദേഹം ചരിത്രത്തിൽ മാറിയ വ്യക്തി എന്ന് വെച്ചാൽ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്ന വ്യക്തി, നീതിബോധത്തോടെ രാജ്യം ഭരിക്കുന്ന വ്യക്തി, വഴിയോരങ്ങളിൽ തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച വ്യക്തി, ആതുര ശുശ്രൂഷകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തി, അത്തരം ബോധവൽക്കരണങ്ങൾ നടത്തി മനുഷ്യരെ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് നയിച്ച വ്യക്തി. 2300 വർഷങ്ങൾ പിന്നിടുമ്പോഴും അശോകൻ എന്ന ചക്രവർത്തി അറിയപ്പെടുന്നത് യുദ്ധങ്ങളുടെ പേരിലല്ല, സമാധാനത്തിൻ്റെ പേരിലാണ്. യഥാർത്ഥ ഭരണത്തിൻ്റെ അർത്ഥം യുദ്ധമില്ലാത്തൊരവസ്ഥ, മനസ്സിൻ്റെ ഒരു സമാധാനപരമായ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തിയ അശോകൻ്റെ ജീവിതമാണ് അശോകനെ അശോകനാക്കി മാറ്റുന്നത് എന്ന് ഓർത്തിരിക്കാം. അതുകൊണ്ട് യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിലാണ്. മാനസാന്തരം, മനസ്സിൻ്റെ മാറ്റം, മെത്തനോയ്യ എന്നൊക്കെ പറയുന്ന ആ ഒരു അർത്ഥം, മനസ്സ് മാറുകയാണ്. മനസ്സിനുണ്ടാകുന്ന മാറ്റമാണ് വാസ്തവത്തിൽ യുദ്ധങ്ങൾക്ക് അറുതി കുറിക്കുന്നത്. എല്ലാ യുദ്ധങ്ങളും, ലോകമഹായുദ്ധങ്ങൾ ഉൾപ്പെടെയുള്ളത് മുഴുവനും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ പല വ്യക്തികളുടെ മനസ്സിലാണ് ആരംഭിച്ചത്. മനസ്സിൻ്റെ പിരിമുറുക്കങ്ങൾ, മനസ്സിൻ്റെ സംഘർഷങ്ങൾ, മനസ്സിലെ കലഹങ്ങൾ,
അതാണ് പിന്നെ വ്യക്തി ജീവിതത്തിൽ നിന്നും കുടുംബജീവിതത്തിലേക്കോ സമൂഹത്തിലേക്കോ ഒരു ലോകം മുഴുവനും പടരുന്ന യുദ്ധമായിട്ട് പോലും വരാവുന്നത്. അതുകൊണ്ട് യുദ്ധങ്ങൾക്ക് ആദ്യം തിരികൊളുത്തുന്നത് ഉള്ളിലാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞാൽ ഉള്ളിൽ കത്തിപ്പടരാൻ സാധ്യതയുള്ള ആ ഒരു അപകടത്തിൻ്റെ തിരി കെടുത്തിക്കളയാൻ പറ്റണം. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന ഒരവസ്ഥ, ശാന്തിയുടെ അനുഭവം മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന, അവരനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം എത്തിച്ചേരണം. കുടുംബകലഹങ്ങൾ തന്നെ ആരംഭിക്കുന്നത് മനസ്സിലല്ലേ? അവരനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ കാണാൻ വയ്യാത്ത അവസ്ഥയിൽ എൻ്റെ അധികാരം അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ മറ്റവനേക്കാൾ വലിയവനാണെന്ന വിചാരത്തോടു കൂടി തൻ്റെ അധികാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ ആദ്യം പലപ്പോഴും യുദ്ധം കുടുംബത്തിൽ ആരംഭിക്കുന്നത്. കുടുംബത്തിലെ യുദ്ധങ്ങൾ എത്ര കുടുംബങ്ങളെയാണ് തകർക്കുന്നത്. കലഹങ്ങളെന്നൊക്കെ പറയുന്നത് വ്യക്തി ജീവിതത്തിലെ സ്വാർത്ഥതയുടെ ബഹിർസ്ഫുരണങ്ങളാണ്. ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനായിട്ട്, ഒന്ന് ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും കഴിയുമ്പോൾ കുടുംബം അനുഗ്രഹീതമാകും. സ്വർഗരാജ്യത്തിൻ്റെ ഒരു നവ്യമായ അനുഭവം കുടുംബത്തിൽ തന്നെ നമുക്ക് സ്വീകരിക്കാനും സ്വന്തമാക്കാനും പറ്റും. അവിടെ അടിസ്ഥാനപരമായ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ ജീവിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്നോട് തന്നെയുള്ളത്. നാം ഓരോരുത്തരും മാറി നിന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണിത്. ആരെയും നേർക്ക് വിരൽ ചൂണ്ടിയിട്ട് കാര്യമില്ല. ഏതെങ്കിലും വ്യക്തികളെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ ഒന്നിനെയും പഴിച്ചിട്ട് തന്നെ വലിയ കാര്യമില്ല. തിരുത്തേണ്ടത് തിരുത്തണം, പറയേണ്ടത് പറയണം. പക്ഷേ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ എവിടെ ഞാൻ നിൽക്കുന്നു, എൻ്റെ ഉള്ളിലൊരു യുദ്ധം പെരുമ്പറ കൊട്ടുന്നുണ്ടോ, എൻ്റെ ഉള്ളിൽ സമാധാനത്തിൻ്റെ ആദ്യകിരണങ്ങളെങ്കിലും വീശുന്നുണ്ടോ എന്നുള്ള അടിസ്ഥാനപരമായൊരു ചോദ്യം ഞാൻ എന്നോട് ചോദിക്കണം. ഇതാണ് എഡ്വേർഡ് രാജാവ് ഇന്ന് എന്നെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യം. അടിസ്ഥാനപരമായ മറ്റൊരു ചിന്തയുണ്ട്. എഡ്വേർഡ് രാജാവ് വിശ്വാസത്തിൻ്റെ സംരക്ഷകനായിരുന്നു. വിശ്വാസത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നിലപാടുകൾ സ്വീകരിച്ചു. വിശ്വാസത്തെ സംരക്ഷിക്കാനും സഭയെ സ്നേഹിക്കാനും അദ്ദേഹം തയ്യാറായി. അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസവും സഭാസ്നേഹവും കൊണ്ട് എഡ്വേർഡ് ദ കൺഫസർ എന്ന ഒരു പേര് പോലും അദ്ദേഹത്തിന് നൽകപ്പെട്ടു. സഭയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് മിശിഹായെ സ്നേഹിക്കുന്നതിൻ്റെ തുടർച്ചയാണ്. എനിക്ക് ക്രിസ്തുവിനെ സ്നേഹമാണ്, പക്ഷേ സഭയോട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് സ്നേഹമില്ല എന്ന് പറയുന്നതിനകത്ത് വലിയൊരു വൈരുദ്ധ്യമുണ്ട്. സഭ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു സഭാധികാരിക്കോ മാത്രമായിട്ട് ഒതുക്കി മാറ്റി നിർത്താൻ പാടില്ല. ഏതെങ്കിലും വ്യക്തികൾക്ക് വരുന്ന അപജയങ്ങളോ കുറവുകളോ കണ്ടിട്ട് ഒരിക്കലും ക്രിസ്തുവിൻ്റെ തുടർച്ചയായ സഭയെ ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാനോ തള്ളിക്കളയാനോ പറ്റില്ല. അപ്പസ്തോലന്മാരിൽ അധിഷ്ഠിതമായിട്ട് മിശിഹ രൂപം കൊടുത്ത സഭ മിശിഹായുടെ തന്നെ തുടർച്ചയാണ്. ആ വിശ്വാസമാണ് തലമുറകളായിട്ട് ശ്ലൈഹികമായ വിശ്വാസമാണ് കൈമാറപ്പെട്ടു വരുന്നത് ഈ 21-ാം നൂറ്റാണ്ട് വരെയും. അങ്ങനെ സഭയുടെ ഈ പരിശുദ്ധമായ പൈതൃകം, വിശ്വാസത്തിൻ്റെ പൈതൃകം ഇന്ന് തലമുറകളിലേക്ക് കൈമാറപ്പെടുന്നത് അപ്പസ്തോലിക കൂട്ടായ്മയോട് ചേർന്ന് വരുന്ന പിതാക്കന്മാരിലൂടെ, ശ്ലൈഹിക പിന്തുടർച്ചയിലൂടെയാണ്. ഈ സഭാ കൂട്ടായ്മയോടും ശ്ലൈഹിക പൈതൃകത്തോടും ചേർന്ന് നിന്നുകൊണ്ട് സഭയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. സഭാധികാരികൾ, ശുശ്രൂഷകർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കുറവുകൾ പരിഹരിക്കപ്പെടും. കുറവുകളുണ്ടെങ്കിൽ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കാനും പങ്കുവയ്ക്കാനും പ്രാർത്ഥിച്ച് പരിഹരിക്കാനും പങ്കുവെച്ച് പരിഹരിക്കാനും ഒക്കെ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ കുടുംബോചിതമായ ഒരു അന്തരീക്ഷവും അനുഭവവും നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ തുടർച്ചയായ സഭയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൻ്റെ സംരക്ഷകരായിട്ട് കാവലാളുകളായി മാറാൻ കഴിയണം. വിശ്വാസത്തിൻ്റെ കാവലാളായി മാറേണ്ടത് ആദ്യം വ്യക്തി ജീവിതത്തിലും പിന്നെ കുടുംബത്തിലുമാണ്. കുടുംബത്തിൽ വിശ്വാസം സംരക്ഷിക്കാൻ, വിശ്വാസത്തിൻ്റെ കാവലാളായി മാറാൻ, അടുത്ത തലമുറയ്ക്ക്, മക്കളുടെ തലമുറയ്ക്ക് അത് കൈമാറാൻ കഴിയുമ്പോഴാണ് മാതാപിതാക്കൾ തങ്ങളുടെ വിശ്വാസ ദൗത്യം പൂർത്തിയാക്കുന്നത്. അങ്ങനെ വിശ്വാസത്തിൻ്റെ കാവലാളായിട്ട് കുടുംബത്തിലും സമൂഹത്തിലും ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെ മാറുവാനുള്ള ഒരു വിളി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ വിളിക്ക് ശക്തമായൊരു പിന്തുണ നൽകുന്ന വ്യക്തിയാണ് എഡ്വേർഡ് രാജാവ്. എഡ്വേർഡ് രാജാവിൻ്റെ ജീവിതത്തിൻ്റെ ആ തീക്ഷ്ണമായ ഭാവങ്ങൾ, അധികാരത്തോടുള്ള കാഴ്ചപ്പാടുകൾ, സമാധാനത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി മാറിയ ആ ജീവിതത്തിൻ്റെ ധന്യത, യുദ്ധമില്ലാത്ത മനസ്സും ഹൃദയവും രാജ്യഭരണവും സഭയോടുള്ള സ്നേഹം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ആത്മപരിശോധനകളായി മാറട്ടെ. ഈ പുണ്യവാൻ്റെ ജീവിത മാതൃകയും മാധ്യസ്ഥ്യവും നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് മെഴുകൂട്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു.
വിശുദ്ധ എഡ്വേർഡ് രാജാവിൻ്റെ ജീവിതത്തിലെ സുഹൃതങ്ങളും ജീവിത നൈർമല്യവും അധികാരത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളും ബോധ്യങ്ങളുമൊക്കെ ഞങ്ങളുടെ മുമ്പിൽ പ്രകാശമാനമാകുന്നു. നല്ല ദൈവമേ, ഞങ്ങളൊക്കെ അങ്ങാകുന്ന യഥാർത്ഥ അധികാരിയുടെ അധികാരത്തിൽ പങ്കുപറ്റുന്നവരാണ്. നിൻ്റെ ദൈവരാജ്യ സ്വപ്നങ്ങളാണ് ഞങ്ങളിലൂടെ പൂർത്തിയാവേണ്ടത്. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും അധികാരവും ശുശ്രൂഷയുടെ മനോഭാവത്തോടു കൂടി വേണ്ട രീതിയിൽ പൂർത്തിയാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ വൈകല്യങ്ങളെ അവിടുന്ന് പരിഹരിക്കണമേ. ശുശ്രൂഷയുടെ മനോഭാവം വാക്കിലും പ്രവൃത്തിയിലും ആചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഭയോടുള്ള തീക്ഷ്ണമായ സ്നേഹത്താൽ നിറഞ്ഞ എഡ്വേർഡിനെ പോലെ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലും ആഴമായ സഭാസ്നേഹം, അങ്ങയുടെ തുടർച്ചയായ സഭയെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണാനും സ്വീകരിക്കാനും സ്നേഹിക്കാനും ഞങ്ങൾക്കിടയാവട്ടെ. ഈ സഭയ്ക്ക് വേണ്ടി ജീവിക്കുവാനും നിലപാടുകൾ സ്വീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തെ അമൂല്യ സമ്പത്തായി സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ആശയങ്ങളെ രൂപപ്പെടുത്തുവാൻ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ രൂപീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. പുണ്യവാനായ എഡ്വേർഡ് രാജാവ് ഞങ്ങൾക്ക് വലിയ മാതൃകയായി അവിടുന്ന് നൽകിയല്ലോ. ആ വിശുദ്ധൻ്റെ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.